ഹായ് ഫ്രണ്ട്സ്, RRB NTPC വേക്കൻസീസ് ആണ് എന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾക്കറിയാം, റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി ആണ് RRB NTPC. 8113 വേക്കൻസീസ് ആണ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഇപ്രാവശ്യം റിലീസ് ചെയ്തിരിക്കുന്നത്. I am Colonel Dr. Ravindra Babu, MD of the Colonel's Academy, Sultan Bathery, വയനാട്. നമുക്ക് NTPCയുടെ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ലെവലിൽ ഉണ്ട്, +2 ലെവലിലും ഉണ്ട്. നമുക്ക് ഗ്രാജുവേറ്റ് ലെവലിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ള വേക്കൻസീസ് കാണിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് 8113 വേക്കൻസീസാണ് ടോട്ടൽ റിലീസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏതൊരു ഗ്രാജുവേഷൻ ആണെങ്കിലും നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഡേറ്റ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് 13 ഒക്ടോബർ 2024 ആണ്. അധികം സമയമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് ഒരു കാര്യം ഇനി മനസ്സിലാക്കേണ്ടത്, എങ്ങനെ ഇതിലേക്ക് നമ്മൾക്ക് ഈ കാര്യം നേടിയെടുക്കാം എന്നുള്ളത് നോക്കാം. ക്വാളിഫിക്കേഷൻ ഇതിൻ്റെ ഗ്രാജുവേറ്റ് ലെവലാണ്. ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ മതി. പിന്നെ ഏജ് 18 to 36 ആണ്. SC/STക്ക് 5 ഇയേഴ്സിൻ്റെ റിലാക്സേഷനുണ്ട്. OBCക്ക് 3 ഇയേഴ്സ് റിലാക്സേഷനുണ്ട്. നമുക്ക് ഇനി എക്സാം പ്രോസസ്സ് നോക്കാം. CBT 1 and CBT 2 കമ്പ്യൂട്ടറൈസ് ബേസ്ഡ് ടെസ്റ്റ് 1 and 2 phases ആണ്. ഇതിനകത്ത് സബ്ജക്റ്റ് വരുന്നത് മാത്തമെറ്റിക്സ്, ജനറൽ അവെയർനെസ് ആൻഡ് ഇൻ്റലിജൻസ്, ആൻഡ് വി ഹാവ് റീസണിങ്. ഇതിൻ്റെ മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്? മാത്സ് 30 മാർക്ക്, 30 മാർക്സ്. യു ഹാവ് ജനറൽ അവെയർനെസ് ആൻഡ് ഇൻ്റലിജൻസ് 40 മാർക്സ് ആൻഡ് റീസണിങ് 30 മാർക്സ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മാത്സിൻ്റെ കാര്യങ്ങൾ നോക്കാം. ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ്. എല്ലാവർക്കും വിഷമം അല്ലെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നാവുന്ന കാര്യം കൂടിയാണ് മാത്തമാറ്റിക്സ്. പക്ഷേ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിനകത്ത് LCM, HCF, സ്ക്വയർ റൂട്ട്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, mensuration, simple interest, compound interest, profit and loss, discounts എന്നീ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് 100% മാർക്ക് കിട്ടാൻ പറ്റാവുന്ന ഒരു സംഗതിയാണ് മാത്തമാറ്റിക്സ്. സോ 30 out of 30 you can easily score. Then coming on to the general awareness and intelligence. General അവെയർനെസ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്നത് ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ് ആൻഡ് നാഷണൽ ഇവൻറ്റ്സ് ഓഫ് ഇമ്പോർട്ടൻസ് ഒരു വലിയ ടോപ്പിക്കായിട്ട് വരാറുണ്ട്. അതിന് കൂടെ തന്നെ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ആർട്ട് ഫോം, കൂടാതെ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ, polity of India, that is constitution and various other elements. ഇത് കൂടാതെ നമുക്ക് ഗെയിംസ് ആൻഡ് സ്പോർട്സിനെ പറ്റി വരാറുണ്ട്. അതുപോലെ തന്നെ ജനറൽ സയൻസ് അപ് ടു 10th ലെവൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. +2 ലെവലിൽ ചോദിക്കാറില്ല. ആൻഡ് 10th ലെവൽ വരെയാണ് ജനറൽ സയൻസ് ചോദിക്കാറ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ദോസ് ആസ്പെക്റ്റ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കാറ്. അതുകൂടാതെ ടെക്നിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ, ഗവൺമെൻറ് സ്കീംസിനെ പറ്റി ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ജനറൽ അവെയർനെസ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസിനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. RRB NTPCക്ക് വേണ്ടിയിട്ട് കേണൽസ് അക്കാഡമി സുൽത്താൻ ബത്തേരിയിലെ കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. അപ്പം കേണൽസ് അക്കാഡമി സുൽത്താൻ ബത്തേരി വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ജയ് ഹിന്ദ്. Thank you. Colonel's Academy, Sultan Bathery, Vayana.